അങ്ങനെ ഗ്രീൻ ഡോയും ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സാഫ്രോൺ കളറിലുള്ള ഡോ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മൈദ ഇട്ടു, ഉപ്പും ബേക്കിംഗ് പൗഡറും അതുപോലെ കോൺഫ്ലവർ ഇട്ട് മിക്സാക്കിയിട്ട് ഓയിൽ ഒഴിച്ച് മിക്സാക്കി എടുത്തിട്ട് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്, അത് സ്റ്റീം ചെയ്തെടുത്തിട്ട് അത് പേസ്റ്റാക്കി എടുത്ത് നമ്മുടെ മൈദയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കി എടുത്തിട്ട് മിക്സർ ജാറിലോട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു ഡോ കണക്കെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്തെല്ലാം എപ്പോൾ ഞാൻ ഇതുപോലെ ഡോ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ക്യാരറ്റിൻ്റെ ആ ഡോയ്ക്ക് വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ വേണമെങ്കിൽ പൊടിയുടെ ആവശ്യം വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ കട്ടിയായിട്ട് കിട്ടണം, എന്നാലേ ഇത് ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കുഴയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളം കൂടുതലാണോ ഇല്ലയോ എന്ന്. അപ്പോൾ അതനുസരിച്ച് മൈദ ഇട്ട് കൊടുക്കണം. സാഫ്രോണിൻ്റെ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റിന് ഇട്ട് ഉള്ള ആ ഡോയും ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ആ ഓരോ ഡോയും 1 മിനിറ്റ് ഒന്ന് നീഡ് ചെയ്തിട്ട് ചെറിയ ഉരുളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കളറിലുള്ള ഡോയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് ഒന്ന് പരത്തുന്നുണ്ട്. നീളത്തിലാണ് പരത്തിയെടുക്കുന്നത്. അങ്ങനെ ഗ്രീനും വൈറ്റും സാഫ്രോൺ ഡോയും ഇവിടെ നീളത്തിൽ പരത്തിയിട്ടുണ്ട്. ഒന്നിൻ്റെ മുകളിൽ എടുത്ത് വെച്ചു. എന്നിട്ടത് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് വേണേൽ ചപ്പാത്തി ഉണ്ടാക്കാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കളർഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അതങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് പിന്നെ അത് ഇനിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് പിന്നെ 2 പീസ് എടുത്തിട്ട് 2 സൈഡിൽ നിന്നും ചേർത്ത് വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈ കണക്കെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ കട്ട് ചെയ്ത് വെച്ച മറ്റ് പീസുകളും എടുത്ത് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ പരത്തി എടുത്തിട്ട് 2 സൈഡിൽ നിന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് വലിയതും മറ്റേ സൈഡ് ചെറിയ രീതിയിലും കിട്ടത്തക്ക രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഷെല്ലിൻ്റെ രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്.
പിന്നെ വലിയ ഭാഗത്തിന് ഒരു ചെറിയ മാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഷെല്ലിൻ്റെ എന്നിട്ട് വൈറ്റ് 4ആയിട്ട് മടക്കിയിട്ട് ആ കോണായിട്ടുള്ള ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി വൈറ്റും ഗ്രീനും കൂടെ എടുത്ത് വെച്ചിട്ട് സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വൈറ്റ് അടിയിൽ വരത്തക്ക രീതിയിൽ ഗ്രീന് മുകളിലുമായിരിക്കണം. ആ രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് എന്താണോ അതും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡംപ്ലിങ്ങിന് ഫോൾഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ ഡംപ്ലിങ്ങിൻ്റെ രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ട് വൈറ്റ് ഭാഗം നമ്മൾ ചെറുതായിട്ട് ഹോള് ഇട്ടിട്ടുണ്ട്. ആ ഭാഗം അവിടുന്ന് നമ്മൾ അത് പൊക്കി മേളിലോട്ടാക്കണം. അങ്ങനെ വൈറ്റ് നമ്മൾ അത് പൊക്കി മേളിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി യെല്ലോയും അതുപോലെ എടുത്ത് വൈറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ആ കോൺ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ വൈറ്റ് കൂടെ കവർ ചെയ്ത് അത് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് കാണിക്കുന്ന പോലെ ഇട്ട് കൊടുക്കണം. യെല്ലോ ഡോയ്ക്ക് ഹോൾ ഇട്ടല്ലോ, അതുവഴി നമുക്ക് വൈറ്റ് ഡോയ അത് അകത്തോട്ടാക്കി എടുക്കണം. എന്നിട്ട് വൈറ്റും യെല്ലോയുടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം.
എന്നിട്ട് നമ്മൾ ഫില്ലിങ് എന്താണോ വെച്ച് വൈറ്റിനകത്ത് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഡംപ്ലിങ്ങിന് ഫോൾഡ് ചെയ്യുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ വൈറ്റും യെല്ലോയുമായിട്ട് ഫോൾഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയും യെല്ലോയുടെ ഒരു പാർട്ട് താഴോട്ട് കിടപ്പുണ്ട്. അത് പൊക്കി മേളിലോട്ടാക്കിയിട്ട് നമുക്ക് യെല്ലോയ്ക്കകത്ത് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡംപ്ലിങ്ങിൻ്റെ ഫോൾഡിങ് നമ്മൾ അവിടെ അതേ രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ ബാക്കിയുള്ള ഡോയും ആക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റീമറിൽ വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഡംപ്ലിങ്ങും ബട്ടർഫ്ലൈയും എല്ലാം ബോളും എല്ലാം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നാച്ചുറൽ ഫുഡ് കളർ വെച്ചിട്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ തീമിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.